ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ച ഒട്ടുമിക്ക ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഡിസ്പെൻസിങ് ഫീൽഡിലാണ്. ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഒരു സ്റ്റോർ ഫാർമസിസ്റ്റ് ആയി വർക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്? നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ് ആയിട്ടാണ്. ഭയങ്കര മടുപ്പുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരുന്നത്. ഒരു ചെറിയ റൂമിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരിയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സഫോക്കേഷൻ. ഡോക്ടർ വരും, അത് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ വരും, അത് ഡിസ്പെൻസ് ചെയ്യും. എന്നും ഇത് തന്നെ. നമ്മൾ ചൂസ് ചെയ്ത പ്രൊഫഷനിൽ വർക്ക് ചെയ്യാൻ നമുക്കൊരു ഇഷ്ടം വേണം. മടുക്കാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. ഓവറായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് വീട്ടിലെ ജോലി നോക്കണ്ട, മക്കളും ഇല്ലല്ലോ. സ്റ്റിൽ ഐ വാസ് അൺകംഫർട്ടബിൾ. പിന്നെ ഇവിടേക്ക് ജോലിക്ക് വരുമ്പോൾ എന്റെ മുന്നിൽ അഡീഷണൽ ആയിട്ടുള്ള ആ രണ്ട് ഫാക്ടേഴ്സ്, വീട്ടിലെ ജോലിയും നോക്കണം, മക്കളെ നോക്കണം. സോ ഫാമിലി ലൈഫിനെ പ്രയോറിറ്റി കുറഞ്ഞു പോകുമോ എന്ന് തോന്നിയതുകൊണ്ട് എന്റെ ഹസ്ബൻഡാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഒരു സ്റ്റോർ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ. സാലറി കുറച്ച് കുറവാണെങ്കിലും ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ്. ടാർഗറ്റ് ഇല്ല, ഫോഴ്സ് ഇല്ല, മുകളിൽ നിന്നുള്ള പ്രഷർ ഇല്ല. ടോട്ടലി എനിക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഇവിടെ ഉള്ളത്. എന്റെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് ഞാൻ അതിൽ കംഫർട്ട് ആവോ എന്നുള്ളതാണ്. ഞാൻ കംഫർട്ടായിട്ട് ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ മാത്രമേ എന്റെ ഫാമിലിയും എന്റെ കൂടെ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. എങ്ങനെയൊക്കെ ജീവിച്ചാലേ അതൊരു തൃപ്തിയായിട്ട് വരില്ല. അടിച്ചു പൊളിച്ചിട്ടില്ലെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ടെൻഷൻ അടിച്ചോണ്ട് കിടന്നുറങ്ങേണ്ട അവസ്ഥയോ ടെൻഷൻ അടിച്ചോണ്ട് ഉണരേണ്ട അവസ്ഥയോ വരരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും അവർ പഠിച്ച പ്രൊഫഷനിൽ നിന്ന് ഡൈവേർട്ടായി ഇഷ്ടപ്പെട്ട സോണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ നോക്കേണ്ടത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് മാത്രമായിരിക്കണം.